ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തുടരും. കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ നിലവിലൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ദുർബലമായതിനു ശേഷം ഏകദേശം ജൂലൈ 19-ന് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ ഫലമായി ഈ സമയത്ത് അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം ഈ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അത് ശക്തിയാർജിച്ച് വടക്കോട്ട് സഞ്ചരിക്കാനാണ് സാധ്യത. അതിനാൽ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രവചനം. അതായത് ഈ ദിവസങ്ങളിലൊക്കെയായി വടക്കൻ കേരളത്തിൽ ലഭിക്കുന്ന മഴ അടുത്ത ആഴ്ചകളിൽ കൂടി തുടരാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നത്. ആ തരത്തിലുള്ള മുന്നറിയിപ്പും നൽകുന്നു. അത് മാത്രമല്ല, IITM പൂനെയുടെ ആഴ്ച തിരിച്ചുള്ള മഴ പ്രവചനത്തിൽ അടുത്ത രണ്ടാഴ്ച സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സാധാരണയിൽ അധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം കൂടി നൽകുന്നുണ്ട്. എന്താണെങ്കിലും അടുത്ത രണ്ടാഴ്ചക്കാലം ശ്രദ്ധിക്കേണ്ടി വരും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. വേണം. ശരി, അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.